മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു, എന്താ വിന്നിമോനെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോടാ, ലോങ് ഫോം വീഡിയോ എന്ത് ചെയ്യടാ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു. ആൻഡ് ഐ എം സോ ഹാപ്പി. അതിലേറെ എനിക്ക് ഹാപ്പി ആയിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ ബട്ടർ പനീറിന്റെ വീഡിയോ കണ്ടിട്ട് അവർ ഇൻസ്പയർഡ് ആയിട്ട് അന്ന് ബട്ടർ പനീർ ആൻഡ് ഗീ റൈസ് ഉണ്ടാക്കിയത് ഗൈസ്. അതുകൊണ്ട് ഇന്ന് ഞാൻ തീരുമാനിച്ചു, ഇപ്പം ചെന്നൈയിൽ തിരിച്ചു പോവാണ്. ഇന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചേച്ചും പോവാം എന്ന് വിചാരിച്ചു. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ സേമിയ പായസം. പക്ഷെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം കൂടുതൽ ഞാൻ വെറുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പയോ. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പാത്രം ഗ്യാസിൽ വെച്ചു, ഗ്യാസ് ഓൺ ആക്കി. എന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്ത് കാരമലൈസ് ചെയ്ത് ആദ്യം എടുക്കാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഈ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന അത്രയും ആവശ്യമുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബോംബ് പൊട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾ പേടിക്കരുത്, തളരരുത് രാമമൂർത്തി. നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ കാരമലൈസ് ആവുന്നത് ഒരു മല പോലെയൊക്കെ ഇതിനടിയിൽ കാണും, പക്ഷെ പേടിക്കണ്ട, ഇത് അടുത്ത് വന്നോളും. കാരമലൈസ് ആയിട്ടുള്ള ഷുഗറിനകത്തോട്ട് ഒത്തിരി കരിക്കാൻ നിൽക്കരുത്, ഒരു ബ്രൗണിഷ് കളർ ആയാൽ മതി, ആ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് സ്റ്റെപ്പ് നമ്പർ 2. നമ്മൾ കാരമലൈസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാല് നല്ലൊരു കളറോട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ എത്രത്തോളം കാരമലൈസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് കളർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ പാലിനൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്നത് നമ്മൾ ആ കാരമലൈസ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഏലക്ക പൊടിച്ചതോ ചതച്ചതോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ചതച്ചിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനോട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ച് വേണമെങ്കിലും ഈ ഒരു സ്റ്റെപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3. നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാല്, നമ്മളുടെ ചവ്വരി അല്ലെങ്കിൽ സാബോ സറുവാന എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഈ സാധനം നമ്മൾ 1 മണിക്കൂർ മുന്നേ കുതിർത്തിട്ട് വേവിക്കണം. ഇതിപ്പം ഞങ്ങൾക്കത് സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ മുന്നേ കുതിർത്തില്ല, ജസ്റ്റ് വെള്ളത്തിലിട്ട് വേവിച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 4. നമ്മളിപ്പോ സേമിയ എടുക്കുന്നത് റോസ്റ്റഡ് സേമിയ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളുടെ സേമിയ ഇതുപോലെ റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കാം. അതാണ് നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 5. ഇവിടെ ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങൾ മേടിക്കുന്ന സേമിയ റോസ്റ്റഡ് അല്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് എണ്ണയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ സ്റ്റെപ്പ് നമ്പർ 6 ആയിട്ട് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന സേമിയ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പോരാളി എത്തി ഗൈസ്, പോരാളി ഇസ് ഹിയർ ഗൈസ്. ഇനി നന്നായിട്ട് കുറച്ച് കുറുവട്ടെ. ഇതില് ഇപ്പൊ നമ്മൾ ചവ്വരി ഇട്ടപ്പോ അതിന്റെ കൂടെ നമ്മൾ വെള്ളം ആഡ് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ അത് കുറച്ച് കുറുകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് മെയ്ഡോട് ഈ ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ആഡ് ചെയ്താൽ മതി, പക്ഷെ ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 7 ആയിട്ട് വി ആർ ആഡിങ് മിൽക്ക് മെയ്ഡ്. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഷുഗറും കൂടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും നമുക്ക് ഇത് ഓഫ് ചെയ്യാം. കാരണം ഇത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഇത് കുറുകും. നമുക്ക് ഇപ്പൊ കാഷ്യൂ നട്ട്, കിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഗീല് വറുത്ത് ആഡ് ചെയ്യും. അത് യൂഷ്വലി ആഡ് ചെയ്യേണ്ടതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്. പക്ഷെ നമ്മൾ അതൊന്നും ഇപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മളുടെ അതൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ. അപ്പോ അത്രേ ഉള്ളൂ, നമ്മളുടെ സേമിയ പായസം റെഡിയായി. ഭയങ്കര ചൂടാണ്, അതിന് ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല. പക്ഷെ എനിക്ക് കഴിച്ചതെന്ന് തന്നെ അറിയാം, അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ആൻഡ് ഇനി എന്തെങ്കിലും വേറെ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും സജഷൻ ആയിട്ട് കമന്റ്സിൽ ആഡ് ചെയ്യുക. കാരണം എന്റെ സേമിയ പായസത്തിന്റെ ടേസ്റ്റ് കാരണം എന്റെ അപ്പനൊക്കെ ഓടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.